ഹായ് സുന്ദരീസ്, എൻ്റെ പേര് അശ്വതി. എല്ലാവർക്കും അസ്വി മലയാളത്തിലേക്ക് സ്വാഗതം. നമുക്ക് പലർക്കുള്ള പ്രശ്നമാണ് മുടികൊഴിച്ചിൽ, അല്ലേ? ആൻഡ് ഈ മുടികൊഴിച്ചിലിൻ്റെ മെയിൻ ആയിട്ടുള്ള കാരണം എന്ന് പറയുന്നത് പലപ്പോഴും നമ്മുടെ തലയോട്ടിയിലുള്ള ചില ഇൻഫെക്ഷൻ, അതായത് താരൻ, പിന്നെ പെയിൻ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മുടികൊഴിച്ചിൽ വളരെയധികം കൂട്ടുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മുടിയുടെ ഉള്ളൊക്കെ പോയി പിന്നെ ഒട്ടും മുടി വളരാണ്ടിരിക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഏറ്റവും ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കാൽപ്പ് നല്ല ക്ലീൻ ആക്കി വെക്കുക എന്നുള്ളതാണ്. ആ വൃത്തി എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതാണ്. ആൻഡ് അതിനായിട്ടുള്ള ഒരു സിമ്പിൾ നമ്മുടെ വീട്ടിൽ തന്നെ 100% നാച്ചുറൽ ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ ചെയ്യാൻ പോണത്. ആദ്യം തന്നെ വെളുത്തുള്ളി എടുക്കുക. വെളുത്തുള്ളിയിൽ ഒരുപാട് ആൻറ്റി മൈക്രോബിയൽ പ്രോപ്പർട്ടീസ് ഉണ്ട്. ഇതൊക്കെ നമ്മുടെ തലയിലുള്ള ബാക്ടീരിയ കാര്യങ്ങളൊക്കെ അത് ഇല്ലാണ്ടാക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഒരുപാട് മുടി വളരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് വെളുത്തുള്ളി എന്ന് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഇഞ്ചിയാണ്. ഇഞ്ചി എഗെയിൻ നമ്മുടെ തലയോട്ടിയിലുള്ള ഡാൻഡ്രഫ്, പിന്നെ വളരെ ഡ്രൈ ആയിട്ടുള്ള സ്കാൽപ്പാണെങ്കിൽ അതൊക്കെ ഒഴിവാക്കിയിട്ട് എഗെയിൻ മുടി വളരാനായിട്ട് ഒരുപാട് സഹായിക്കും. പിന്നെ ഓപ്ഷണൽ ആയിട്ടുള്ള കാര്യമാണ് നാരങ്ങ നീര് എന്ന് പറയുന്നത്, നമ്മുടെ ചെറുനാരങ്ങ നീര്. അതും നമുക്ക് ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കാം, പക്ഷേ എടുത്താൽ നല്ലതാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്താ ചെയ്യണത്, ഒരു മിക്സി ജാർ എടുക്കുക. എന്നിട്ട് നമുക്ക് ഒരു തവണ യൂസ് ചെയ്യാനായിട്ട് നമുക്ക് ഒരു 5-6 ഒരു അല്ലികളില്ലേ വെളുത്തുള്ളിയുടെ, അതെടുക്കാം. നമ്മുടെ തൊലിയൊക്കെ കളഞ്ഞെടുക്കുക. പിന്നെ ഒരു വലിയൊരു കഷ്ണം ഇഞ്ചി എടുക്കുക. എന്നിട്ട് നമ്മളത് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ ഒന്ന് അരയ്ക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. കുറച്ച് മാത്രം വെള്ളം ആഡ് ചെയ്താൽ മതി. കാരണം എന്താണെന്ന് വെച്ചാൽ വെള്ളം കൊണ്ട് ഡൈല്യൂട്ടായി പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഗുണങ്ങൾ നഷ്ടപ്പെടും. അപ്പോൾ അത് വേണ്ട, നമുക്ക് മാക്സിമം കോൺസെൻട്രേറ്റഡ് ആയിട്ട് തന്നെ കിട്ടണം. അതിനായിട്ട് വേണ്ടിയിട്ട് നമ്മൾക്ക് കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചാൽ മതി കേട്ടോ. എന്നിട്ട് നമുക്കൊരു അരിപ്പ വെച്ചിട്ട് അരിച്ചെടുക്കാം. ആൻഡ് അതിനുശേഷം നമുക്ക് ഇതിലേക്ക് നാരങ്ങനീര് ഒഴിച്ചു കൊടുക്കാം. നാരങ്ങനീര് മെയിൻലി ഇവിടെ ഒഴിക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വെളുത്തുള്ളിക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ള മണമുണ്ട്. നല്ല വൃത്തിയായിട്ട മണമാണ് കേട്ടോ, പറയാണ്ടിരിക്കാൻ വയ്യ. അതുകൊണ്ട് അതൊന്നും ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നാരങ്ങനീര് ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ചിലർക്ക് സംശയമുണ്ട് നാരങ്ങനീര് മുടി നരയ്ക്കുമോ, ഉപയോഗിച്ച് കഴിഞ്ഞാൽ മുടി നരയ്ക്കുമോ എന്നുള്ള സംശയമുണ്ട്. മുടി നരയ്ക്കാനുള്ള ചാൻസ് വളരെ വളരെ കുറവാണ്. പ്രത്യേകിച്ച് മുടി ബ്ലാക്ക് ആൻഡ് ബ്രൗൺ ഹെയർ ആണെങ്കിൽ. നാരങ്ങനീര് കുറച്ച് അസിഡിക് ആയതുകൊണ്ട് വളരെ ഒരു ബ്ലോണ്ട് ഹെയറിലൊക്കെ ചിലപ്പോൾ ഒന്ന് ചാൻസ് ഉണ്ട്, പക്ഷെ അത് വളരെ ചെറിയൊരു ചാൻസാണ്. സോ ഞാനിവിടെ ഒരു 1/4 ഭാഗം നാരങ്ങയുടെ നീര് എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാനൊരു കോട്ടൺ പാഡ് എടുത്തിട്ടുണ്ട്. സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഏതാ സൗകര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെടുക്കാം. വളരെ എളുപ്പത്തിൽ കിട്ടുന്നതാണല്ലോ ഈ കോട്ടൺ പാഡ്. ഇനി ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ തലയോട്ടിയിൽ തേച്ച് പിടിപ്പിക്കുകയാണ് ഓരോ സെക്ഷനിൽ. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കണ്ണിൽ പോയി കഴിഞ്ഞാൽ നല്ല നീറ്റലാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു ടവൽ ഇതേപോലെ പിടിക്കുക. കാരണം എന്താ വെച്ചാൽ ഇത് വളരെ ലിക്വിഡി അല്ലേ. അപ്പോൾ തലയോട്ടിയിൽ ഇത് പരട്ടുമ്പോൾ ഒഴുകി വന്നിട്ട് നമ്മുടെ കണ്ണിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ടവൽ വെച്ചിട്ട് കണ്ണ് ഇങ്ങനെ മൂടി പിടിക്കുക. കാരണം കണ്ണിനകത്ത് പോയി കഴിഞ്ഞാൽ നല്ല നീരലാണ്, ഒട്ടും സഹിക്കില്ല. ഇനി എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ കാണിച്ച പോലെ തലയോട്ടി കംപ്ലീറ്റ് മുടി ഇങ്ങനെ വകച്ചിലെടുത്തെടുത്ത് അവിടെ ഇങ്ങനെ ഈ കോട്ടൺ പാഡിൽ നമ്മൾ ഡിപ്പ് ചെയ്ത് എടുക്കുമല്ലോ, അതിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. സ്പ്രേ ബോട്ടിലാണ് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് എഗെയിൻ സ്പ്രേ ബോട്ടിൽ വെച്ചിട്ട് വകച്ചലിൽ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് വിരലുകൊണ്ട് ചെറുതായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഏതാ നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള വെച്ചാൽ അത് ചെയ്യാം. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തലയോട്ടി കംപ്ലീറ്റ്ലി നമുക്കത് അപ്ലൈ ചെയ്ത് പിടിപ്പിക്കണം. ഓക്കെ. പ്രത്യേകമായിട്ട് എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദയവ് ഇതൊരു പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ആദ്യം മുടിയിൽ തലയോട്ടിയിൽ ഒരു ചെറിയ ഭാഗത്ത് മാത്രം അപ്ലൈ ചെയ്ത് നോക്കിയിട്ട് കംഫർട്ടബിൾ ആണോ എന്ന് നോക്കുക. വല്ലാണ്ട് ബുദ്ധിമുട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാണ്ടിരിക്കുക എന്നുള്ളതാണ്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചൊരു നീറ്റിലും ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് പോലെ തോന്നും എന്തായാലും. കാരണം വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ അല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു നീറ്റിൽ ചെറുതായിട്ട് എന്തായാലും ഉണ്ടാവും. ഇനി എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് പതുക്കെ മസാജ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഫാസ്റ്റ് ഫോർവേഡിൽ കാണിക്കുന്നതാണ് വളരെ ഹാർഷായിട്ട്, അത് ഭയങ്കര സ്പീഡിൽ ചെയ്യണ പോലെ തോന്നണത്. ഞാൻ വളരെ മെല്ലെയാണ് ചെയ്യണത്. ഒരു 5 മിനിറ്റ് മെല്ലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. വളരെ ജെൻറ്റിലായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക.
ഈ തലയോട്ടി കംപ്ലീറ്റ്ലി ആവാൻ വേണ്ടിയിട്ടാണ്. ഞാൻ പിന്നെ ഓൾറെഡി എൻ്റെ മുടിയിൽ നന്നായിട്ട് എണ്ണ അപ്ലൈ ചെയ്തിട്ടുണ്ട്. നന്നായി എണ്ണ അപ്ലൈ ചെയ്തതിന് ശേഷം ഇത് അപ്ലൈ ചെയ്യുന്നതാണ് നല്ലത്. കാരണം ഡ്രൈ ആയിട്ടുള്ള ഹെയറിൽ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മസാജ് ചെയ്യുമ്പോൾ മുടി പൊട്ടി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓൾറെഡി ഓയിൽ അപ്ലൈ ചെയ്യണം. പിന്നെ ഓയിൽ അപ്ലൈ ചെയ്യുന്നത് മുടിക്ക് നല്ലതുമാണല്ലോ. അങ്ങനെ എന്നിട്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മുടിയിൽ ഇത് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത് നന്നായിട്ട് ഒന്ന് കെട്ടി വെച്ചിട്ട് ഇതിങ്ങനെ ഒലിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ടവൽ ഇങ്ങനെ വെക്കാം. എന്നിട്ട് 20 മിനിറ്റ്സ് ഇങ്ങനെ വെച്ചതിന് ശേഷം ഒരു മൈൽഡായിട്ടുള്ള ഷാമ്പൂ, കണ്ടീഷണർ അല്ലെങ്കിൽ ഹോം മെയ്ഡ് ഷാമ്പൂ ആൻഡ് കണ്ടീഷണർ ഉപയോഗിച്ച് കഴുകി കളയുക. കഴിവതും കുറച്ച് മണമുള്ള എന്തെങ്കിലും ഷാമ്പൂ വെച്ചിട്ട് അല്ലെങ്കിൽ ഹോം മെയ്ഡ് ഷാമ്പൂ ആണെങ്കിലും കുറച്ച് മണം വരത്തക്ക രീതിയിൽ നല്ല മണമുള്ള എന്തെങ്കിലും വെച്ചിട്ട് കഴുകി കളയാം. കാരണം എന്താ വെച്ചാൽ വെളുത്തുള്ളിയുടെ ഒരു കുത്തണ മണം ഉണ്ടാവും, അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എനിക്കിത് യൂസ്ഫുള്ളായി തോന്നിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ലൈക്ക് പെയിനൊക്കെ പോകാൻ ഇത് വളരെ ഹെൽപ്ഫുള്ളാണ് കേട്ടോ. അത് എനിക്ക് വളരെ ഉപകാരമായിട്ട് തോന്നിയിട്ടുണ്ട്. എനിക്ക് ഡെലിവറിക്ക് ശേഷമൊക്കെ ഇങ്ങനെ കുറച്ച് പെയിൻ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കിത് ഉപയോഗിച്ചിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് പ്രത്യേകം ഷെയർ ചെയ്യാൻ കാരണം. അപ്പോൾ നിങ്ങൾക്ക് ഇതുകൊണ്ട് അലർജി ഒന്നും ഇല്ലയെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഹെൽപ്ഫുള്ളായെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. വീഡിയോ ലൈക്ക് ചെയ്യുക, കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബിൻ്റെ അടുത്തൊരു ചെറിയ ബെല്ലൈക്കൺ ഉണ്ട്, അതും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ, ബൈ.